മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് SNDPയുടെ സെക്രട്ടറിയുടെ അടുത്ത് ഈഴവ സമുദായത്തിലെ യുവാക്കളും യുവതികളും ലവ് ജിഹാദും അതുപോലെ മതം മാറിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ വിവരിക്കുകയും SNDPയുടെ ശക്തിയും കപ്പാസിറ്റിയും അത്രയ്ക്കും ഉയർന്നതായ സ്ഥിതിക്ക് അങ്ങോട്ട് പോയവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തിരുന്നു. നല്ല റെസ്പോൺസായിരുന്നു, വളരെ നല്ല റെസ്പോൺസായിരുന്നു. യൂട്യൂബിലെ ലൈക്ക് കിട്ടിയതും സ്പ്രെഡായതും അത് ഉദയഭാരതക്കാരും ഹിന്ദുയിസക്കാരും സയന്റിഫിക് ഹിന്ദുയിസവും എല്ലാവരും അത് പബ്ലിഷ് ചെയ്തു. നല്ല രീതിയിലുള്ള പ്രതികരണം, വിശ്വസിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള പ്രതികരണമായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് NSSലെ എല്ലാ ശാഖക്കാരോടും നിങ്ങളൊന്ന് അറിയണം, ലവ് ജിഹാദില് വഴിതെറ്റി മുസ്ലിങ്ങളുടെ കൂടെ പോയ പെൺകുട്ടികളില് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പോയത് നായർ സമുദായത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പോയത് നായർ സമുദായത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ മടിച്ച് നിൽക്കരുത്. നമ്മളുടെ ശാഖയ്ക്കകത്ത് എത്ര വ്യക്തികൾ നായർ കുടുംബങ്ങളുണ്ടോ അതിലെ ഇന്റർ കാസ്റ്റ് മാരേജ്, നായർ സമുദായത്തിലുള്ളവർ ഹിന്ദുക്കളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മുകളിൽ നിന്നായാലും താഴെ നിന്നായാലും, ഞാൻ താഴെ എന്ന് ഉദ്ദേശിച്ചത് മാനസികമായിട്ട് താഴെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ താഴെ എന്ന അർത്ഥത്തിലാണ്, അല്ലാണ്ട് ഉയരത്തിലും താഴെ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. അത് ഹിന്ദുക്കളെ വിവാഹം കഴിക്കുന്നത് എൻകറേജ് ചെയ്യുകയോ ഡിസ്കറേജ് ചെയ്യാതിരിക്കുകയോ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ക്ഷണിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. പക്ഷെ മറ്റു മതങ്ങളിൽ, ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പോയിട്ടുണ്ടെങ്കിൽ NSSലെ ശാഖാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു പവർഫുൾ ഹിന്ദു ധർമ്മം വളർന്നു വരുന്നുണ്ട്. അഭിമാനത്തോടുകൂടി ഹിന്ദുക്കളാണെന്ന് പറയാൻ തല ഉയർത്തി നിന്ന് യുവാക്കളും യുവതികളും രക്ഷാകർത്താക്കളും എല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം മുമ്പാണെങ്കിലും ശരി, ഒന്നില്ലെങ്കിൽ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഹിന്ദു ചടങ്ങുകളും ആചാരങ്ങളും അവര് വിവാഹം കഴിച്ചിരിക്കുന്ന വീടുകളിലും ആചരിക്കാനും ആഘോഷിക്കാനും അവരെ നിർബന്ധിതരാക്കുക. എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു നായർ ഫാമിലി ക്രിസ്ത്യനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ആ സ്ത്രീക്ക് ഇപ്പോഴും ഹിന്ദു ധർമ്മത്തിന്റെ നല്ല ഭക്തിയും എല്ലാം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റണില്ല. ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പോ മറ്റൊരു മതത്തിലേക്ക് പോയാൽ അവരെ നമ്മളുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിപ്പിക്കുക എന്നുള്ളത് NSSന്റെ കീഴിലുള്ള വിഭാഗമാണെങ്കിൽ NSSകാരത് മോട്ടിവേറ്റ് ചെയ്യണം. അതൊരു യജ്ഞമായിട്ട് ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും സാധിക്കും. കുറച്ചു കാലം മുമ്പാണെങ്കിൽ അത് അത്ര പറ്റില്ലായിരുന്നു. ഇന്ന് NSSന്റെ അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് അവരെ തിരിച്ച് മതം മാറ്റണമെങ്കിൽ അതും ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിലും ചോദ്യം ചെയ്യില്ല. ഇന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊരു സബ്ജക്റ്റ് ഓഫ് ഡിസ്കഷനേ അല്ല. എങ്ങനെയാണോ SNDPക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ NSSകാർക്കും ചെയ്യാൻ സാധിക്കും. SNDPക്ക് സെക്രട്ടറി മുതൽക്കുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയെന്ന് വരും. ഇവിടെ ഒരു പക്ഷേ G. സുകുമാരൻ നായരുടെ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. അദ്ദേഹം ഒരു പെക്യൂലിയർ ടൈപ്പ് മനുഷ്യനാണ്. അദ്ദേഹത്തിനെ മാറ്റാനൊന്നും സാധിക്കില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന അത്രയും വേഗം കസേര ഒഴിയണേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നമ്മുടെ ശാഖയിൽ അദ്ദേഹം ഒരു ശാഖയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് ഇൻവോൾവ് ചെയ്യാറുമില്ല. കരുനാഗപ്പള്ളി ശാഖയിൽ മാത്രം കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓരോ ശാഖക്കാരും NSS ശാഖക്കാരും അതൊരു പൂർണ്ണ സംഘടനയായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്ത്
അവിടെ നിന്ന് മതം മാറിപ്പോയവരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. പൂർണ്ണമായിട്ട് സാധിച്ചാൽ എക്സലന്റ്, ഭാഗികമായിട്ടെങ്കിലും സാധിക്കണം. നിങ്ങളുടെ മതം മാറിപ്പോയ മക്കളുടെ മക്കളെ നമ്മുടെ ഹിന്ദു ധർമ്മം പഠിപ്പിക്കണം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കണം, നല്ല രീതിയിൽ പഠിപ്പിക്കണം. അത് നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് സാധിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് NSSലെ എല്ലാ വ്യക്തികളോടും പറയുന്നു, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ, ഏത് ചിന്താധാരയുള്ളവരാവട്ടെ, നിങ്ങളുടെ NSS കരയോഗത്തിനകത്ത് ഉള്ള കുടുംബാംഗങ്ങളുടെ എണ്ണം കുറയുന്നത് നിങ്ങളുടെ സംഘടനാ ശക്തിക്ക് ക്ഷീണമാണ്. വിശാല മനസ്കതയും മതേതരത്വവും എല്ലാം ഹിന്ദുക്കൾക്കേ ഉള്ളൂ, ക്രിസ്ത്യാനികൾക്കില്ല, മുസ്ലിങ്ങൾക്കില്ല. അവർക്കതില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരാളൊന്നും പറയാറുമില്ല. ഹിന്ദുക്കൾക്കതുണ്ട്, എന്നിട്ടും ചീത്ത കേൾക്കേണ്ടി വരുന്നത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഉണ്ട്, വിശാല മനസ്കതയും സ്വതന്ത്ര ചിന്തയും ഉണ്ട് എന്നുള്ളത് അറിയിക്കുമ്പോഴും അവനവന്റെ വീടും അവനവന്റെ സംഘടനയും തീർച്ചയായിട്ടും ആദ്യത്തെ പ്രയോറിറ്റിയിൽ വരണം. ആദ്യത്തെ പ്രയോറിറ്റിയിൽ അത് വരണം. ഞാൻ നന്നായിട്ട്, എൻ്റെ കുടുംബം നന്നായിട്ടാണ് ഞാൻ ലോകത്തെ നന്നാക്കാൻ വരിക. ആ നന്നാക്കുക എന്നുള്ളത് സാംസ്കാരികമായിട്ടാണ്, ആത്മീയമായിട്ടാണ്, പൈതൃകമായിട്ട് നന്നാക്കലാണ്, സാമ്പത്തികമായിട്ട് കട്ടിട്ടുള്ള നന്നാക്കലല്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങളെല്ലാവരും ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സം ഉണ്ടാവില്ല. ആദ്യം ഇറങ്ങാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കൂട്ടത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ പുച്ഛിച്ചൊന്ന് വരും, പിന്നെ എതിർത്തൊന്ന് വരും, പിന്നെ അവരും സ്വീകരിക്കാതിരിക്കില്ല. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരണം. 60 കൊല്ലം, അതാണ് ഭാരതത്തിലെ ഒരു വർഷത്തിന്റെ സൈക്കിള്. പ്രഭവ വിഭവ നാമ സംവത്സരാത് ആരഭ്യ രുദ്രാക്ഷി ഭദ്രാക്ഷി നാമ സംവത്സര പര്യന്തം ഷഷ്ടിർയുഗാഹ. 60 എണ്ണം ചേരുന്നതാണ് നമ്മുടെ സംവത്സരങ്ങൾ. അപ്പൊ 60 വർഷത്തിനപ്പുറത്തെ കാര്യം തൽക്കാലം നോക്കണ്ട. 60 വർഷത്തിനിപ്പുറം മതം മാറിയ നായർ സമുദായത്തിൽപ്പെട്ട സർവരെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമല്ല, ധാരാളം നായർ കുട്ടികൾ ഇപ്പോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. ഉറപ്പിച്ച് അവരെ ഹിന്ദുവായിട്ട് നിലനിർത്താനും ശ്രമിക്കണം. ഭർത്താവ് മുസ്ലിമിന്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചോട്ടെ, ഭാര്യ അല്ലെങ്കിൽ ആരാണോ ഹിന്ദു നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തണം. അത് പരമാവധി ശ്രമിക്കണം. ഇത്രയും കാലം നമ്മൾ ശ്രമിക്കാറില്ല. ശ്രമിക്കാത്തതിന്റെ കുറവാണ് പലപ്പോഴും സംഭവിച്ചത്. ഹിന്ദു സമുദായത്തിൽ, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽ ആരെങ്കിലും ഇതുമാതിരി മതം മാറിപ്പോയാൽ പടിയടച്ച് പിണ്ണം വെക്കുന്നത് വളരെ കോമൺ ആണ്. അല്ലെങ്കിൽ പടിയടച്ച് പിണ്ണം വെച്ചു എന്ന് പറയുന്നത് അത് ധീരമായിട്ടുള്ള ഒരു കാൽവയ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയുമുണ്ട്. ധീരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പലരും ചർച്ച ചെയ്യാറുണ്ട്. ആ കാലമൊക്കെ മാറണം. നമുക്ക് 1-2 കുട്ടികളേ ഉള്ളൂ. പണ്ട് 7-8 കുട്ടികളുണ്ടായിരുന്ന കാലത്ത് ഒരാൾ പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ 1-2 കുട്ടികളേ ഉള്ളൂ. അവർ നമ്മളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ളവരാണ്. അവരപ്പുറത്തേക്ക് പോയതുകൊണ്ട് വാശിപ്പുറത്ത് അവർ വേണ്ട എന്ന് വിചാരിക്കാൻ ഒരിക്കലും പാടില്ല. അവരെ തിരിച്ചു കൊണ്ടുവരണം. ഗോപാലകൃഷ്ണൻ പറയുന്നു, എന്ത് കർമ്മത്തിനും വേണ്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചോദിക്കാനാണെങ്കിൽ ധൈര്യമായിട്ട്, മാത്രമല്ല അങ്ങോട്ട് പോയവനായാലും ശരി, ഇങ്ങോട്ട് തിരിച്ച് നായർ സമുദായത്തിലേക്ക് വരുമ്പോൾ ഒരു പൂജയും ഒരു ഗണപതി ഹോമവും ഒരു ശുദ്ധി കലശവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ഹിന്ദു തന്നെയാണ്. അവർ ഹിന്ദു തന്നെയാണ്. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ വളർന്നവരാണ് അവർ. അതുകൊണ്ട് NSSലെ ഓരോ കരയോഗക്കാരും ധന്യമായിട്ട് ഈ പ്രവർത്തനം ചെയ്യാൻ മുമ്പോട്ട് വരട്ടെ. ഇത് പേഴ്സണൽ റിക്വസ്റ്റ് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ആവശ്യവും കൂടിയാണത്. നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യമാണ്, NSSന്റെ ആവശ്യമാണ്, ശാഖകളുടെ ആവശ്യമാണ്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഈ നാടിൻ്റെ പൈതൃക ചൈതന്യം നിലനിർത്തേണ്ട ആവശ്യം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.